തറവാട് ഫാമിലി റെസ്റ്റോറൻറ്റ്, കാഞ്ഞിരപ്പള്ളി, കോട്ടയം. ഉച്ചയൂണ് കഴിക്കാൻ വേണ്ടി വന്ന സ്ഥലമാണ്. നോൺ വെജ് സെക്ഷനുണ്ട്, വെജ് സെക്ഷനുണ്ട്. ഞാൻ ആദ്യമേ പോയിരുന്നത് നോൺ വെജ് സെക്ഷനിലേക്കാണ്. ആദ്യമേ ഇലയിട്ടു, അതിന് ശേഷം സൈഡ് ഡിഷസാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അച്ചാറ്, കിഴങ്ങിൻ്റെ ഒരു കൂട്ടാൻ, തോരൻ, ക്യാബേജ് തോരൻ, അവിയൽ എനിക്കിഷ്ടമുള്ളൊരു സൈഡ് ഡിഷാണ്. ആദ്യമേ ക്യാബേജിൽ നിന്ന് കുറച്ച് നുള്ളി എടുത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് കുഴപ്പമില്ലായിരുന്നു. പപ്പടം ഉണ്ടായിരുന്നു. അതിന് ശേഷം ചോറാണ് ഇട്ടത്. ചോറ് വിളമ്പിയപ്പം സൈഡിൽ നിന്ന് കിഴങ്ങ് കറിയിൽ നിന്ന് ഒരു നുള്ളെടുത്ത് ടേസ്റ്റ്. പരിപ്പുണ്ടോ? പരിപ്പില്ല. പച്ചമോര്. അങ്ങനെ പച്ചമോര് ഞാൻ ചോദിച്ചിട്ടുണ്ട്. മീനിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് മീനും സവാളയും കൂടെ ഒരുമിച്ചിങ്ങനെ കുഴച്ച് കഴിക്കാൻ നല്ല രുചിയാണ്. ഈ കുഴയ്ക്കുന്നത് ഞങ്ങളുടെ കോട്ടയം സൈഡിലെ കാഞ്ഞിരപ്പള്ളി സൈഡിൽ കപ്പയുടെ കൂടെ കഴിക്കുന്ന ഒരു ചമ്മന്തിയാണ്. ആ ചമ്മന്തി വറ്റൽമുളക് അരച്ചുണ്ടാക്കുന്ന ചമ്മന്തി. അടിപൊളി രുചിയാണ്. അത് വെറും ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിച്ചാൽ അടിപൊളി ഫീലാണ്. ഞാനിങ്ങനെ കഴിച്ച് ഫുഡ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച അത്രയും ഫ്ലേവറുകൾ വന്നില്ല എങ്കിലും ആവറേജ് ഊണായിരുന്നു. പച്ചടിയും മുളക് ചമ്മന്തിയും കിഴങ്ങിൻ്റെ ആ ഒരു മെഴുക്ക് വരട്ടി പപ്പടവും കൂടെ മീനിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ഫ്ലേവറായിരുന്നു. അപ്പോൾ നിങ്ങളാരേലും ഈ സൈഡ് വഴി വരുന്നുണ്ടെങ്കിൽ തറവാട് റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കണമെന്ന് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യല. വേറെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം ഇവിടെ കയറി കഴിക്കാം. കാരണം ആവറേജ് ഊണായിരുന്നു. മീനിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ചൂടില്ലാത്ത, ഞാൻ ചെന്നത് ഏകദേശം ഒരു 2 മണി ആ സമയത്താണ്. ചൂടില്ലാണ്ട് നേരത്തെ വറുത്ത് വെച്ച മീനായിരുന്നു. അപ്പം ആ ഒരു ഫ്ലേവർ കിട്ടിയില്ലെങ്കിൽ പോലും മീൻ ഫ്രഷായിരുന്നു. ഞാൻ കഴിച്ചു. വീണ്ടും അവിയൽ രണ്ടാമത് സെർവ് ചെയ്യുന്നതെല്ലാം നമ്മുടെ നോർത്ത് ഇന്ത്യൻ എന്ന് വന്നിരിക്കുന്ന നമ്മുടെ ഭായിമാരാണ്. അവരാണിപ്പോൾ സർവിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ക്യാബേജ് ഇട്ടു. പിന്നെ ഞാൻ വീണ്ടും ചോദിച്ചത് പച്ചടി ആണ്. ആ പച്ചടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ആ ഒരു കളറും ബീട്രൂട്ട് പച്ചടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ കഴിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഞാൻ ബീഫ് കറിയും കൂടെ പറഞ്ഞു. കാരണം മനസ്സ് നിറഞ്ഞില്ല. ചൂടോടെയുള്ളൊരു മീനൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അല്ലെ സൈഡ് ഡിഷ്, അല്ലെ സ്പെഷ്യൽ ഡിഷാണ് പ്രതീക്ഷിച്ചത്. ബീഫ് കറിയും അത്ര വലിയ രുചിയൊന്നുമില്ലായിരുന്നു. അപ്പം ഇന്നത്തെ ഊണ് മോശമില്ലാതെ പോയി. നിങ്ങൾക്ക് ഇതുപോലത്തെ ഫുഡ് റിലേറ്റഡ് വീഡിയോസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് എടുത്ത് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ് AKS Food Planet. ടേക്ക് കെയർ.